വാക്സിനേഷന്റെ ചരിത്രം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കൗതുകകരമായ ഒരു യാത്രയാണ്. രോഗപ്രതിരോധ ശേഷി നേടുന്നതിന് ആളുകൾ സ്വയം രോഗികളാകുകയും അതുവഴി പരിഹാരം തേടാൻ സ്വന്തം ശരീരം തന്നെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കണ്ടെത്തിയ പരിഹാര മാർഗങ്ങളിലൂടെയാണ് മാരക രോഗങ്ങളെ മനുഷ്യൻ പ്രതിരോധിച്ചത്. എഡ്വേർഡ് ജെന്നർ നടത്തിയ പരീക്ഷണത്തോടെയാണ് വാക്സിനേഷനിൽ സുപ്രധാന വഴിത്തിരിവുണ്ടായത്. 8 വയസ്സുള്ള ജെയിംസ് ഫിപ്സ് എന്ന കുട്ടിക്ക് കൗപോക്സ് കുത്തിവയ്പ് നൽകുന്നതിലൂടെ വസൂരിക്കെതിരെ പ്രതിരോധശേഷി ആർജിച്ചു. ഇത് ആദ്യത്തെ വസൂരി വാക്സിൻ വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. നമ്മുടെ ശരീരത്തിൽ 2 തരം പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത്. സഹജമായ പ്രതിരോധ സംവിധാനവും, അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും, ആർജിത പ്രതിരോധ സംവിധാനവും, അതായത് അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ശരീരത്തിലെ താപനില, ത്വക്ക്, ഉമിനീർ, മ്യൂക്കസ്, കണ്ണുനീർ, ലൈസോസൈം, ദഹന വ്യവസ്ഥയിലെ ആസിഡുകൾ, മറ്റ് എൻസൈമുകൾ, പ്രതിരോധ വ്യവസ്ഥയിലെ കോശങ്ങളായ മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, ന്യൂട്രോഫിൽസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ സംവിധാനം ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്ന രോഗകാരികളെ വളരെ പെട്ടെന്ന് തന്നെ മുഴുവനായി നശിപ്പിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുന്നു. എല്ലാ രോഗാണുവിനോടും ഒരുപോലെയുള്ള പ്രതിരോധ രീതിയാണ് ഇവിടെ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. ഇതേ രോഗകാരികൾ പിന്നീട് ആക്രമിച്ചാൽ അത് ഓർമ്മിച്ചു വെച്ച് പ്രതികരിക്കാൻ ഈ സംവിധാനത്തിന് സാധ്യമല്ല. എന്നാൽ ആർജിത പ്രതിരോധ സംവിധാനത്തിന്, അതായത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക്, ഓരോ രോഗകാരിയെയും പ്രത്യേകമായി തന്നെ ഓർമ്മിച്ചു വയ്ക്കാനും ഒരു ഇമ്മ്യൂണോളജിക്കൽ മെമ്മറിയിലൂടെ പിന്നീടുള്ള ആക്രമണത്തെ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാനും കഴിയും. ഈ സംവിധാനം കൂടുതൽ കൃത്യതയുള്ളതും നീണ്ടകാലം പ്രതിരോധിക്കാൻ സഹായിക്കുന്നതുമാണ്. ഈ പ്രതിരോധ സംവിധാനത്തിലെ കോശങ്ങളാണ് ബി ലിംഫോസൈറ്റ്സുകളും ടി ലിംഫോസൈറ്റ്സുകളും. ഇവയെ ചുരുക്കത്തിൽ ബി സെല്ലുകളെന്നും ടി സെല്ലുകളെന്നും വിളിക്കാം. വാക്സിനേഷൻ പ്രയോജനപ്പെടുത്തുന്നത് ഈ ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി എന്ന സവിശേഷതയാണ്. മാത്രമല്ല, ഈ 2 പ്രതിരോധ വ്യവസ്ഥകളും പരസ്പരം ബന്ധപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ ഡെൻഡ്രൈറ്റിക് സെൽസ് ഈ 2 വ്യവസ്ഥകളെയും തമ്മിൽ, അതായത് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തെയും അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ രോഗാണുവിനെ പിടികൂടി അഡാപ്റ്റീവ് സിസ്റ്റത്തിലെ ബി സെല്ലുകൾക്കും ടി സെല്ലുകൾക്കും കൈമാറുന്നു. നമ്മുടെ ശരീരത്തിൽ മുഴുവനായി തന്നെ ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ഡെൻഡ്രൈറ്റിക് സെല്ലുകളുടെ ഉപരിതലത്തിലുള്ള ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ്, അതായത് TLR, രോഗാണുക്കളെ തിരിച്ചറിയുകയും അവയെ വിഴുങ്ങുകയും അതിനുള്ളിലെ എൻസൈംസ് ഉപയോഗിച്ച് വിഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വിഘടിപ്പിക്കപ്പെട്ട രോഗാണുവിൻ്റെ ഭാഗങ്ങളെ ആൻറ്റിജൻസ് എന്നാണ് വിളിക്കുന്നത്. പ്രധാനമായും ഇവ രോഗാണുവിൻ്റെ ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, മറ്റ് ടോക്സിൻസ്, അതുപോലെ അലർജിക് വസ്തുക്കളുമാകാം. അടുത്തതായി, ഈ ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ തൊട്ടടുത്തുള്ള ലിംഫ് നോഡ്സിലേക്ക് നീങ്ങുകയും അവിടെയുള്ള ടി സെല്ലുകൾക്ക് ആൻറ്റിജനെ കൈമാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡെൻഡ്രൈറ്റിക് സെല്ലുകളെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ്, APC എന്നാണ് വിളിക്കുന്നത്. ഇവയെ കൂടാതെ മാക്രോഫേജസ് സെല്ലുകളും ബി സെല്ലുകളും ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്രകാരം ആൻറ്റിജനുകളെ സ്വീകരിച്ച ടി സെല്ലുകൾ ഉടൻ തന്നെ ഉത്തേജിക്കപ്പെടുകയും അവയ്ക്ക് രൂപമാറ്റമുണ്ടായി ഇഫക്റ്റർ ടി സെല്ലുകളായി മാറുന്നു. ഇവ സൈറ്റോകൈൻസ് പോലുള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതേസമയം ലിംഫ് നോഡ്സിലുള്ള ബി സെൽസ് അവയുടെ ഉപരിതലത്തിലുള്ള ബി സെൽ റിസപ്റ്റേഴ്സ് ഉപയോഗിച്ച് ആൻറ്റിജനുകളെ സ്വയമേ തന്നെ സ്വീകരിക്കുന്നു. ഇങ്ങനെ ബി സെല്ലുകളും ടി സെല്ലുകളും പരസ്പരം ഉത്തേജിപ്പിക്കുകയും ബി സെല്ലുകൾക്ക് രൂപമാറ്റമുണ്ടായി അവ പ്ലാസ്മ സെല്ലുകളും മെമ്മറി ബി സെല്ലുകളുമായി മാറുന്നു. ഇവയിൽ പ്ലാസ്മ സെല്ലുകളാണ് ഓരോ ആൻറ്റിജനും എതിരെയുള്ള ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മെമ്മറി ബി സെല്ലുകൾ ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി സൂക്ഷിക്കുകയും വളരെ നാൾ, അതായത് ഒരു ജീവിതകാലം വരെയും ശരീരത്തിൽ നിലനിർത്തുകയും രോഗാണുവിൻ്റെ പിന്നീടുള്ള ആക്രമണത്തിൽ ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിച്ച് പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള വാക്സിനുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. രോഗാണുവിനെ ഭാഗികമായോ മുഴുവനായോ നിർവീര്യമാക്കിയും രോഗാണു ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ ഉപയോഗിച്ചും അതുപോലെ രോഗാണുവിൻ്റെ ജനിതക പദാർത്ഥം നേരിട്ട് കടത്തിവിട്ടുമെല്ലാം ശരീരത്തിൻ്റെ ആർജിത പ്രതിരോധ ശക്തി വാക്സിനുകളിലൂടെ ഉത്തേജിപ്പിക്കുന്നു. പോളിയോ, ചിക്കൻ പോക്സ്, മംസ്, മീസൽസ്, ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ് ബി, ഡിഫ്തീരിയ, മലേറിയ തുടങ്ങി ബാക്ടീരിയകളും വൈറസുകളും പാരസൈറ്റ്സുകളും ഉണ്ടാക്കുന്ന രോഗങ്ങൾക്കെതിരെ ഇന്ന് ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ്. ഇതിൽ ജനിതക പദാർത്ഥം ഉപയോഗിച്ചുള്ള വാക്സിനുകൾ മറ്റ് വാക്സിനുകളെ അപേക്ഷിച്ച് രോഗാണുവിനെയോ രോഗമുണ്ടാക്കാൻ കാരണമായ പദാർത്ഥത്തെയോ ഉപയോഗിക്കുന്നില്ല. അതിലൂടെ വാക്സിനേഷനിലൂടെ വീണ്ടും രോഗം വരാനുള്ള സാധ്യത ഇല്ലാതാകുന്നു. രോഗാണുവിൻ്റെ ജനിതക ഘടന മനസ്സിലാക്കിയാൽ വളരെ വേഗം തന്നെ ഇവ നിർമ്മിക്കാനാകും. മാത്രമല്ല, പരമ്പരാഗതമായ വാക്സിൻ നിർമ്മാണ പ്രക്രിയയിൽ
ശരീരത്തിന് വെളിയിൽ കോശങ്ങളിൽ വച്ച് വലിയ തോതിലുള്ള രോഗാണുവിൻ്റെ വിഘടനങ്ങളും വേർതിരിക്കലുമെല്ലാം ആവശ്യമായി വരുന്നു. അതിനാൽ കൂടുതൽ ചെലവും സമയനഷ്ടവും ഈ രീതിയിലുള്ള വാക്സിൻ നിർമ്മാണത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ രോഗാണുവിൻ്റെ തന്നെ ജനിതക പദാർത്ഥം, അതായത് ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള വാക്സിനുകളുടെ നിർമ്മാണത്തിന് ഇന്ന് പ്രചാരം വർദ്ധിച്ചിരിക്കുന്നു. രോഗാണുവിൻ്റെ ജനിതക പദാർത്ഥം അനുസരിച്ച് RNAയും DNA-യും വാക്സിനുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകൾ പ്രധാനമായും പ്രോട്ടീനുകളാണ്. അതിനാൽ വാക്സിനുകളിൽ അടങ്ങിയിരിക്കുന്ന ജനിതക പദാർത്ഥം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതിൽ കോഡ് ചെയ്തിരിക്കുന്ന രോഗാണുവിൻ്റെ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ മാത്രമേ ആ രോഗാണുവിനെതിരായ പ്രതിരോധ സംവിധാനം ഉത്തേജിപ്പിക്കപ്പെടുകയുള്ളൂ. ഈ പ്രോട്ടീനുകൾ രോഗാണുവിൻ്റെ ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. ആയതിനാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന് ഇവയെ തിരിച്ചറിയാൻ സാധിക്കുകയും അതിലൂടെ T സെല്ലുകളെയും B സെല്ലുകളെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. 2020 COVID-19 ബാധിച്ചപ്പോൾ mRNA വാക്സിനുകൾ പ്രചാരത്തിലാവുകയും അത് വൈറസിൻ്റെ വലിയ തോതിലുള്ള വ്യാപനം തടയുകയും ചെയ്തു. വൈറസിൻ്റെ ജനിതക വിവരങ്ങൾ കോഡ് ചെയ്യുന്ന mRNAകൾ, അതായത് മെസ്സഞ്ചർ RNAകൾ വാക്സിനിലൂടെ നമ്മുടെ ശരീരകോശങ്ങളിലെത്തുന്നു. അവിടെ വെച്ച് ആ mRNAകളെ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ട്രാൻസ്ലേഷൻ മെഷീനറി ഉപയോഗിച്ച് വൈറൽ പ്രോട്ടീനുകളാക്കി മാറ്റുന്നു. 1984 തന്നെ കെമിക്കൽ സിന്തസിസിലൂടെ നിർമ്മിച്ചെടുത്ത DNA ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബിനുള്ളിൽ mRNA നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചിരുന്നു. ഇത് ഇൻവിട്രോ ട്രാൻസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത mRNAകൾ കോശത്തിനുള്ളിൽ ഉണ്ടാകുന്ന mRNAകൾക്ക് ഏകദേശം സമാനമായിരുന്നു. വാക്സിനുകൾക്കും മറ്റ് ചികിത്സാ സംവിധാനങ്ങൾക്കും ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന mRNAകൾ ഉപയോഗിക്കാമെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി. എന്നാൽ ഇവയ്ക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഇൻവിട്രോ ട്രാൻസ്ക്രൈബ്ഡ് mRNAകൾ കോശത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അവ അസ്ഥിരമാവുകയും വളരെ വേഗം തന്നെ ന്യൂക്ലിയേസ് എൻസൈമുകളാൽ വിഘടിക്കുന്നതായും കണ്ടു. ഇതിന് പ്രതിവിധിയായി mRNA മോളിക്യൂളുകളെ ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ് കൊണ്ടുള്ള ഒരു കവചത്തിനുള്ളിലാക്കി കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിടുന്ന സംവിധാനം വികസിപ്പിച്ചെടുത്തു. പ്രതിരോധ സംവിധാനത്തിലെ കോശങ്ങൾ ഈ mRNAകളെ അപരിചിത വസ്തുവായി കണ്ട് അവയ്ക്കെതിരായി പ്രവർത്തിച്ച് അവയെ നശിപ്പിക്കുന്നതായി കണ്ടു. അങ്ങനെ വാക്സിനുകളായി ഉപയോഗിക്കാനുള്ള mRNAകളുടെ സാധ്യതയ്ക്ക് മങ്ങലേറ്റു. എന്നാൽ ഈ തടസ്സങ്ങൾ mRNA ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ നിന്നും ഹംഗേറിയൻ ശാസ്ത്രജ്ഞയായ കാതലിൻ കരീക്കോയെ പിന്തിരിപ്പിച്ചില്ല. 1990കളുടെ തുടക്കത്തിൽ പെൻസിൽവാനിയ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കുമ്പോൾ തൻ്റെ പ്രോജക്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവേഷണ ഫണ്ടിംഗ് ഏജൻസികളെ ബോധ്യപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടും mRNA ഒരു ചികിത്സാ സംവിധാനമായി വികസിപ്പിച്ചെടുക്കാനുള്ള ലക്ഷ്യത്തിൽ അവർ ഉറച്ചുനിന്നു. അക്കാലത്ത് കരീക്കോയുടെ സഹപ്രവർത്തകനായിരുന്ന ഡ്രീവ് വൈസ്മാൻ വാക്സിനേഷനിലൂടെ ഉണ്ടാകുന്ന രോഗപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചും അതിൽ ഡെൻഡ്രൈറ്റിക് സെല്ലുകളുടെ പങ്കിനെക്കുറിച്ചും ഗവേഷണം നടത്തി വരികയായിരുന്നു. പുതിയ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇരുവരും സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇവരുടെ അന്വേഷണം വ്യത്യസ്ത RNAകൾ രോഗപ്രതിരോധ സംവിധാനവുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇൻവിട്രോ ട്രാൻസ്ക്രൈബ്ഡ് mRNA കോശത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഡെൻഡ്രൈറ്റിക് സെൽസ് അതിനെ ഒരു ഇതര വസ്തുവായി തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു എന്നവർ മനസ്സിലാക്കി. പക്ഷേ ശരീരത്തിനുള്ളിലെ കോശങ്ങളിൽ സ്വയമേ ഉണ്ടാകുന്ന mRNAകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഡെൻഡ്രൈറ്റിക് സെല്ലുകളിൽ നിന്നുണ്ടാകുന്നുമില്ല എന്നുള്ളത് അവരെ അതിശയിപ്പിച്ചു. RNAകളിൽ സാധാരണയായി 4 തരം നൈട്രജൻ ബേസസ് ആണ് കാണുന്നത്: അഡനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. അതായത് DNA-യിലെ തൈമിനു പകരമായി ഇവിടെ യുറാസിൽ കാണപ്പെടുന്നു. കൂടുതൽ വിശദമായി നിരീക്ഷിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന mRNAകൾ കൃത്യമായ രാസമാറ്റങ്ങൾക്ക് വിധേയമായി അതിലെ നൈട്രജൻ ബേസുകൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നു. എന്നാൽ ഇൻവിട്രോ ട്രാൻസ്ക്രൈബ്ഡ് mRNAകളുടെ ബേസുകൾക്ക് ഇത്തരം രാസമാറ്റങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാകാം അവയെ ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ അതിവേഗത്തിൽ നശിപ്പിക്കുന്നത് എന്നവർ സംശയിച്ചു. ഇൻവിട്രോ ട്രാൻസ്ക്രൈബ്ഡ് mRNAകൾ കൂടുതൽ അളവിൽ നിർമ്മിച്ചു അവയിൽ രാസമാറ്റങ്ങൾ നടത്തി ഡെൻഡ്രൈറ്റിക് കോശങ്ങളിലേക്ക് കടത്തിവിട്ട് അവ വിശദമായി പഠിച്ചു. ഈ പഠനങ്ങളുടെ ഫലം വളരെ ശ്രദ്ധേയമായി. ഇൻവിട്രോ ട്രാൻസ്ക്രൈബ്ഡ് mRNAകൾക്ക് രാസമാറ്റം നടത്തിയപ്പോൾ ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ അവയ്ക്കെതിരെ പ്രവർത്തിക്കാതെയായി. തൽഫലമായി ഈ mRNAകൾ സെല്ലിനുള്ളിൽ കടന്ന് ട്രാൻസ്ലേഷൻ പ്രക്രിയയ്ക്ക് വിധേയമായി പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. mRNAകളെ വാക്സിൻ തെറാപ്പിയായി ഉപയോഗിക്കുന്നതിൽ ഈ കണ്ടെത്തലിന് അതീവ പ്രാധാന്യമുണ്ട്. 2005 ഈ ഗവേഷണ ഫലങ്ങൾ
കരിക്കോയും വൈസ്മാനും പ്രസിദ്ധപ്പെടുത്തുകയും പിന്നീട് 15 വർഷങ്ങൾക്കിപ്പുറം COVID-19 mRNA വാക്സിൻ വികസിപ്പിക്കാൻ ഈ കണ്ടെത്തൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കാതലിൻ കരിക്കോയും ഡ്രൂ വൈസ്മാനും 2023 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിലുള്ള നോബൽ സമ്മാനത്തിന് അർഹരായി. എന്തുതരം രാസമാറ്റമാണ് mRNAയിൽ അവർ വരുത്തിയതെന്ന് നോക്കാം. mRNAയിലുള്ള യൂറിഡിൻ അതായത് യുറാസിൽ ബേസിന് രാസമാറ്റം വരുത്തി അതിനെ സ്യൂഡോ യൂറിഡിനാക്കുക വഴി mRNAകൾക്ക് കോശത്തിനുള്ളിൽ സ്ഥിരത കൂടി. പ്രതിരോധ വ്യവസ്ഥയിലെ കോശങ്ങളുടെ ആക്രമണം കുറയുക വഴി ഇത്തരം mRNAകൾക്ക് പ്രോട്ടീൻ ഉൽപ്പാദനത്തിൽ പങ്കെടുക്കാനുള്ള ശേഷി കൂടുകയും ചെയ്തു. അതിന് കാരണമായി അവർ കണ്ടെത്തിയത് പ്രോട്ടീൻ കൈനേസ് PKR എന്ന എൻസൈമിന് പ്രോട്ടീൻ ഉൽപ്പാദനത്തിൻ്റെ തോത് കുറയ്ക്കുന്നതിനുള്ള കഴിവ് കുറയുന്നതാണ്. പിന്നീട് 2008 2010 പ്രസിദ്ധീകരിച്ച പഠനങ്ങളിൽ രാസമാറ്റം വരുത്താത്ത mRNAയുമായി നോക്കുമ്പോൾ രാസമാറ്റം വരുത്തിയ ബേസ് അടങ്ങിയ mRNA കടത്തിവിട്ട കോശങ്ങളിൽ കൂടുതൽ പ്രോട്ടീൻ ഉൽപ്പാദനം നടക്കുന്നതായി കണ്ടു. 2010 ആയപ്പോഴേക്കും mRNA സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പല കമ്പനികളും ആരംഭിച്ചു. COVID-19 പാൻഡമിക് പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം SARS-CoV-2 വൈറസിൻ്റെ ഉപരിതല പ്രോട്ടീൻ അതായത് സ്പൈക്ക് പ്രോട്ടീൻ എൻകോഡ് ചെയ്യുന്ന 2 പരിഷ്കരിച്ച mRNA വാക്സിനുകൾ റെക്കോർഡ് വേഗതയിൽ വികസിപ്പിച്ചെടുത്തു. ഫൈസർ മൊഡേണയും വികസിപ്പിച്ചെടുത്ത mRNA വാക്സിനുകളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമായ ആദ്യത്തെ അംഗീകൃത mRNA വാക്സിനുകൾ. mRNA വാക്സിനുകളുടെ സുരക്ഷയും ഫലപ്രാപ്തിയും പരിഗണിച്ചും പകർച്ചവ്യാധികൾക്കെതിരായ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനും ചില ക്യാൻസർ വകഭേദങ്ങളുടെ ചികിത്സയ്ക്കും ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു.